നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് വിഷയം സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. വ്യാജവാർത്തകൾക്ക് പിന്നിൽ ഓഡിറ്ററുടെ കള്ളക്കിളി എന്ന സൂചന ചില ഉദ്യോഗസ്ഥരും കൂട്ടുനിന്നു. റോഡപകടങ്ങൾ കുറയ്ക്കാൻ മാസ്റ്റർ പ്ലാൻ. സംസ്ഥാനത്തെ ജംഗ്ഷനുകൾ ആധുനിക രീതിയിൽ നവീകരിക്കുന്നു. ആലൻ ഷെറിന് ആദരം. സംസ്കാരവും ഔദ്യോഗിക ബഹുമതികളോടെ. മാതാപിതാക്കളുടേത് മഹത്തായ തീരുമാനമെന്ന് മുഖ്യമന്ത്രി. കല്ലൂരിക്കടവ് പാലത്തിന് 45 കോടിയുടെ കിഫ്ബി സാമ്പത്തിക അനുമതി. RRTS പദ്ധതിക്കൊരുങ്ങി കേരളം. കേന്ദ്രത്തിന് കത്തയച്ചു മുഖ്യമന്ത്രി. ഓമനയുടെ അന്ത്യകർമ്മത്തിന് മദ്രസ വിട്ടു നൽകി മക്ക മസ്ജിദ്. ചെയ്തത് മാനുഷികമായ കടമ. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ഓമനയുടെ അന്ത്യകർമ്മത്തിന് മദ്രസ വിട്ടു നൽകി മക്ക മസ്ജിദ്. ചെയ്തത് മാനുഷികമായ കടമ. മതമാണ് പ്രശ്നം എന്ന് വിളിച്ചു നടക്കുന്നവർക്ക് മുന്നിൽ മതമല്ല മനുഷ്യസ്നേഹവുമാണ് വലുതെന്ന് വിളംബരം ചെയ്യുകയാണ് കോട്ടയം കുമരനെല്ലൂർ മക്ക മസ്ജിദ് കമ്മിറ്റി. ഇതര മതസ്ഥരുടെ മൃതദേഹം പൊതുദർശനത്തിനും അന്ത്യകർമ്മങ്ങൾ ചെയ്യുവാനും പള്ളി ഭാരവാഹികൾ സൗകര്യമൊരുക്കി. കുമാരനെല്ലൂർ മക്ക മസ്ജിദിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന പെരുമ്പല്ലായിൽ ഓമന രാജേന്ദ്രൻ്റെ 62 അന്ത്യകർമ്മങ്ങൾക്കാണ് നടന്നത്. അസുഖബാധിതയായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഓമന. വ്യാഴാഴ്ച വൈകിട്ടാണ് മരിച്ചത്. വീട്ടിലേക്ക് പോകുന്ന വഴി ഒരാൾക്ക് കഷ്ടി നടന്ന് മാത്രം സാധിക്കുന്ന തരത്തിലായതിനാൽ മൃതദേഹം എത്തിക്കാൻ സാഹചര്യമില്ലാതെ വീട്ടുകാർ കുഴങ്ങി. ഓമനയുടെ ഭർത്താവ് രാജേന്ദ്രനും മകൾ ജ്യോതികയും മക്ക മസ്ജിദ് ഭാരവാഹികളുടെ മൃതദേഹം വഹിക്കാനും അന്ത്യകർമ്മങ്ങൾ ചെയ്യാനും പള്ളിയുടെ മദ്രസ ഹാൾ വിട്ടുതരുമോ എന്ന് ചോദിച്ചു. പള്ളി ഭാരവാഹികൾ ആലോചിച്ച് ഹാൾ വിട്ടു നൽകാനും അവർക്ക് സൗകര്യം ഒരുക്കാനും ഒന്നടങ്കം തീരുമാനിച്ചു. ഉടൻ തന്നെ മദ്രസ ഹാളും സമീപവും വൃത്തിയാക്കി എല്ലാ സൗകര്യവും ഒരുക്കിക്കൊടുത്തു. വെള്ളിയാഴ്ച വൈകിട്ട് ഇവിടെ കർമ്മങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം മുട്ടമ്പലം SNDP ശ്മശാനത്തിൽ സംസ്കരിച്ചു. തീർത്തും മാനുഷികമായ കടമയാണ് ചെയ്തതെന്ന് കുമാരനെല്ലൂർ മക്ക മസ്ജിദ് ഇമാം അബ്ദുൽ കരീം ഹാദി കാഞ്ഞാർ പറഞ്ഞു. റംദാൻ മാസം തുടങ്ങുന്നതിന് മുമ്പ് ഇത്തരം ഒരു സേവന പ്രവർത്തനത്തിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞത് കുമാരനെല്ലൂർ മക്ക മസ്ജിദ് തുടർന്നും ജാതിമത വ്യത്യാസമില്ലാതെ മുന്നോട്ട് പോകുമെന്നും ഇമാം പറഞ്ഞു. കേരളത്തിൻ്റെ യാത്രാ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി നിർദ്ദിഷ്ട ഹൈസ്പീഡ് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിന് കത്തയച്ചു. സംസ്ഥാനത്തെ റെയിൽ ഗതാഗതം കൂടുതൽ വേഗത്തിലും സുഗമമാക്കാൻ ഈ പദ്ധതി അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്തിൻ്റെ നിലവിലുള്ള റെയിൽവേ ട്രാക്കുകളിലെ തിരക്കും വേഗതക്കുറവും പരിഹരിക്കാൻ ഇത്തരം ഒരു നവീന ഗതാഗത സംവിധാനത്തിന് സാധിക്കണം. സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിലാണ് അതിവേഗ യാത്രയ്ക്കുള്ള ബദൽ സാധ്യത കൂടി പരിഗണിച്ച് RRTS പദ്ധതിക്ക് കേന്ദ്രത്തിൻ്റെ അനുമതിയും സാമ്പത്തിക സഹായവും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. സംസ്ഥാനത്തിൻ്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ അതിവേഗത്തിൽ ബന്ധിപ്പിക്കുന്നത് സാമ്പത്തിക വളർച്ചയ്ക്കും ടൂറിസം മേഖലയ്ക്കും വലിയ ഉണർവ് നൽകും. ദേശീയ പാതാ വികസനം പൂർത്തിയാകുന്നതോടെ ഉണ്ടാകുന്ന ഗതാഗത മാറ്റങ്ങൾക്ക് അനുസൃതമായി റെയിൽവേ രംഗത്തും വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരികയാണ് സർക്കാർ ലക്ഷ്യം. കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ഇക്കാര്യത്തിൽ അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് കേരളത്തിൻ്റെ പ്രതീക്ഷ. ആറളം പട്ടികവർഗ പദ്ധതി സ്പോർട്സ് കിറ്റ് വിതരണവും ഏകദിന പരിശീലനവും സംഘടിപ്പിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ ആറളം പട്ടികവർഗ പ്രത്യേക പദ്ധതിയുടെ ഭാഗമായി മേഖലയിലെ യൂത്ത് ക്ലബ്ബ്, ഷിക് ക്ലബ്ബ് അംഗങ്ങൾക്ക് ഏകദിന കായിക പരിശീലനവും സ്പോർട്സ് കിറ്റുകളുടെ വിതരണവും സംഘടിപ്പിച്ചു. ആലഫാം ബ്ലോക്ക് 7 കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് PM അഖിൽ ഉദ്ഘാടനം ചെയ്തു. വാടകം KK സവിത അധ്യക്ഷയായി. ഫുട്ബോൾ, വോളിബോൾ, കരാട്ടെ എന്നിവയിൽ പരിശീലനം പൂർത്തിയാക്കിയ 12-നും 25-നും ഇടയിൽ പ്രായമുള്ള യൂത്ത് ക്ലബ്ബ്, ഷിക് ക്ലബ്ബ് അംഗങ്ങൾക്ക് സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ കോച്ച് K പ്രമോദൻ കായിക പരിശീലനത്തിന് നേതൃത്വം നൽകി. ആറളം വിവിധ ബ്ലോക്കുകളിൽ നിന്നായി 120 പേർ പരിപാടിയിൽ പങ്കെടുത്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ N വിജയൻ മുഖ്യ അതിഥിയായി. ആറളം പട്ടികവർഗ പ്രത്യേക പദ്ധതി കോർഡിനേറ്റർ P സനൂപ്, അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായ പ്രിയ, അക്ഷയ, ആനിമോൾ, C പ്രവീൺ എന്നിവർ സംസാരിച്ചു. ആഗോള അയ്യപ്പ സംഗമത്തെ വിവാദത്തിലാക്കാൻ വ്യാജവാർത്തകൾ പ്രചരിച്ചതിന് പിന്നിൽ ഓഡിറ്ററുടെ കള്ളക്കളിയാണെന്ന് സംശയം. ദേവസ്വം ബോർഡിന് ചില ഉദ്യോഗസ്ഥരും ഇതിനായി ഒത്താശ ചെയ്തു. വിജയൻ അസോസിയേറ്റ്സ് എന്ന സ്ഥാപനമാണ് ഓഡിറ്റ് ചെയ്തത്. ദേവസ്വം ബോർഡിനോട് വിശദീകരണം തേടാതെ ഏകപക്ഷീയമായാണ് ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവിട്ടതെന്ന് ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഹൈക്കോടതിയിൽ സമർപ്പിച്ചതായി പറയുന്ന ഓഡിറ്റ് റിപ്പോർട്ട്
ദേവസ്വം ബോർഡ് അംഗീകരിച്ചതില്ലെന്ന് വ്യക്തമായിട്ടുണ്ട്. ദേവസ്വം ബോർഡ് യോഗം അംഗീകരിക്കാത്ത ഓഡിറ്റ് റിപ്പോർട്ട് ഉദ്യോഗസ്ഥനോ സ്പെഷ്യൽ കമ്മീഷണറോ ഹൈക്കോടതിക്ക് സമർപ്പിച്ചുവെങ്കിൽ അതിന് നിയമപരമായ പിൻബലം ഉണ്ടാകില്ല. ഹൈക്കോടതി പരിശോധിക്കുന്നതിന് മുമ്പ് ഇത് മാധ്യമങ്ങൾക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വിശദീകരിക്കാൻ വിജയൻ അസോസിയേറ്റ് ബാധ്യസ്ഥരാണ്. രാഷ്ട്രീയ ദുരുദ്ദേശമുണ്ടെന്ന് സംശയമുയരുന്നത് അതുകൊണ്ടാണ്. ആശയക്കുഴപ്പമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താതെ റിപ്പോർട്ട് മാധ്യമങ്ങളുമായി ഓഡിറ്റ് റിപ്പോർട്ട് പങ്കുവച്ചത് എന്തിനാണെന്ന ചോദ്യത്തിന് മറുപടി ലഭിക്കേണ്ടതുണ്ട്. ചില മാധ്യമങ്ങളെ തെരഞ്ഞെടുത്തത് വിവരങ്ങൾ നൽകുകയായിരുന്നു. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലെ കോൺഗ്രസ് സംഘടനയിൽപ്പെട്ട ചിലരും ഇതിൽ കൂട്ടുചേർന്നിട്ടുണ്ട്. നന്ദ ഗോവിന്ദം ഭജൻസ് പാടാൻ എത്തിയിട്ടില്ലെന്ന് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് അറിയാവുന്നതാണ്. വൗച്ചർ ഇല്ലാത്തത് കൊണ്ട് നന്ദഗോവിന്ദം ഭജൻസിന് തുക നൽകിയിട്ടില്ലെന്നും മനസ്സിലാക്കാം. ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനത്തിന്റെ അക്കൗണ്ടിൽ നിന്നും നന്ദഗോവിന്ദം ഭജൻസിന്റെ അക്കൗണ്ടിലേക്ക് തുക പോകണം. ഇങ്ങനെ ഉണ്ടായിട്ടില്ല. പകരം പാടാൻ വന്ന ഇഷാൻ ദേവിന്റെ അക്കൗണ്ടിലേക്ക് തുക പോവുകയും ചെയ്തിട്ടുണ്ട്. DDS ഈടാക്കിയ ശേഷമാണ് പണം നൽകിയത്. എന്നിട്ടും ഓഡിറ്റർ ദേവസ്വം ബോർഡിന്റെ വിശദീകരണം തേടിയില്ല. ഫിസിക്കൽ പരിശോധന നടത്താതെ പണം ദുർവ്യയം ചെയ്ത് ഒന്ന് ഓഡിറ്റർ എഴുതി വെച്ചത് സംശയാസ്പദമാണ്. പണം ദുർവ്യയം ചെയ്തതായി സ്ഥാപിച്ചുവെങ്കിലും അവ പരിശോധിക്കാൻ ഓഡിറ്റർക്ക് തോന്നിയില്ല. മുഖ്യമന്ത്രിക്കുള്ള കട്ടിൽ പച്ചക്കള്ളം മുഖ്യമന്ത്രിക്ക് കിടക്കാനുള്ള കട്ടിൽ വാങ്ങാൻ 1 ലക്ഷം രൂപ എന്ന ആരോപണം പച്ചക്കള്ളമാണ്. ഗസ്റ്റ് ഹൗസ് നവീകരണത്തിന് ചെലവാക്കിയ പണമാണ് മുഖ്യമന്ത്രിക്കുള്ള കട്ടിൽ എന്നാക്കി മാറ്റിയത്. ഈ കട്ടിൽ ഇട്ടിട്ടുള്ളത് അന്നേ ദിവസം മുഖ്യമന്ത്രി കിടന്ന മുറിയിലുമായിരുന്നില്ല. ഇത് മാതൃഭൂമി പത്രവും ചാനലും ബോധപൂർവം നടത്തിയ നുണപ്രചാരണമാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന സ്ഥാപനത്തിനാണ് അയ്യപ്പ സംഗമം കരാർ നൽകിയത്. ഇത് ഊരാളുങ്കലിന്റെ സഹോദര സ്ഥാപനമല്ല, സംസ്ഥാന ലേബർ വകുപ്പിന് കീഴിലെ സ്ഥാപനമാണ്. നിലവിൽ ഈ സ്ഥാപനത്തിന്റെ ഓപ്പറേഷൻ ഏറ്റെടുത്തിരിക്കുന്നത് ഊരാളുങ്കലാണെന്ന് മാത്രം. പണം കിട്ടിയെന്ന് ആദ്യം, പിന്നെ മാറ്റി പറഞ്ഞു. പരിമിത സമയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലോകമെമ്പാടും നിന്നുള്ള അതിഥികൾ, കലാകാരന്മാർ അവരുടെ താമസ സൗകര്യം അടക്കം ഏറ്റെടുക്കാൻ ദേവസ്വം ബോർഡിന് കഴിയില്ലായിരുന്നു. ജില്ലാ ജഡ്ജിയായ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ദേവസ്വം ബോർഡ് മുൻകൂറായി നൽകിയ 3 കോടി രൂപ തിരിച്ചു കിട്ടി എന്നാണ്. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം ഇതേ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ദേവസ്വം ബോർഡ് ജനറൽ ഫണ്ടിൽ നിന്നും നൽകിയ 2 കോടി തിരികെ കിട്ടിയില്ല എന്നും പണം തിരികെ ലഭിച്ചു എന്ന് നവംബറിൽ പറഞ്ഞ അതേ വ്യക്തി ഫെബ്രുവരിയിൽ തിരികെ കിട്ടിയില്ല എന്ന് പറയുന്നത് ദുരുദ്ദേശപരമാണ്. 3 കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചതെന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ തുക പൂർണ്ണമായും സ്പോൺസർഷിപ്പായി കിട്ടിയതാണ്. 1 കോടി രൂപ കൂടി സ്പോൺസർഷിപ്പ് ആയി വന്നിട്ടുണ്ട്. ചെലവ് തുക സംബന്ധിച്ച ദേവസ്വം കമ്മീഷണർ കഴിഞ്ഞ നവംബർ 4-ന് കോടതിയിൽ നൽകിയ ഇടക്കാല റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന തുക 4.5 കോടി GST എന്നാണ്. മൊത്തം 10.25 കോടി രൂപ സംഗമത്തിന് ചെലവായി എന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്ന കണക്കിൽ പറയുന്നത്. അയ്യപ്പ സംഗമം അവസാനിച്ച ദിവസം കൂടുതൽ ആളുകൾക്ക് ഭക്ഷണം നൽകിയതായി കണക്കാക്കിയ അനധികൃത തുക എഴുതിയെടുത്തു എന്ന ആരോപണം മലയാള മനോരമ ഉന്നയിക്കുന്നുണ്ട്. ഭക്ഷണത്തിൽ വിവേചനം ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാടാണ് ദേവസ്വം ബോർഡ് സ്ഥിരീകരിച്ചത്. ദർശനത്തിനെത്തിയ അയ്യപ്പ ഭക്തർ, ദിവസവേതന തൊഴിലാളികൾ, ഡോളി തൊഴിലാളികൾ തുടങ്ങിയ ഭക്ഷണശാലയിലെത്തിയ എല്ലാവർക്കും ഭക്ഷണം നൽകിയിരുന്നു. കണക്കാക്കിയ സംഖ്യയുടെ ഇരട്ടിയിലധികം ആളുകൾക്ക് ഭക്ഷണം നൽകിയിട്ടുണ്ട്. കൊടിമരം പുനഃസ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ പ്രതികളാകുന്ന സാഹചര്യത്തിൽ തെറ്റായ കണക്കുകൾ ഉദ്ധരിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമമാണ് വ്യാജ വാർത്തകളിലൂടെ നടത്തുന്നതെന്ന് വ്യക്തം. അലിൻ ഷെറിന് ആദരം. സംസ്കാര ഔദ്യോഗിക ബഹുമതികളുടെ മാതാപിതാക്കളുടേത് മഹത്തായ തീരുമാനമെന്ന മുഖ്യമന്ത്രി. അവയവദാനത്തിൽ പുതുചരിത്രം കുറിച്ച് വിട പറഞ്ഞ ആലിൻ ഷെറിൻ എബ്രഹാമിന് സംസ്ഥാന സർക്കാരിന്റെ ആദരം. ആലിനിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. തീരനോവിനിടയിലും കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാനായി മുന്നോട്ട് വന്ന ആലിനിന്റെ മാതാപിതാക്കളുടെ തീരുമാനം മഹത്തരമാണെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. കേരളത്തിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവാണ് 10 മാസം മാത്രം പ്രായമായ ആലിൻ. ഹെലികോപ്റ്റർ മുഖേന അവയവങ്ങൾ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തിക്കാനാണ് ആദ്യം ആലോചിച്ചതെങ്കിലും
രാത്രിയിൽ സിവിൽ ഏവിയേഷൻ ഹെലികോപ്റ്റർ ഉപയോഗിക്കാൻ അനുവാദമില്ലാത്തതിനാലാണ് റോഡ് മാർഗം കൊണ്ടുവരാൻ തീരുമാനിച്ചതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. മഹത്തായ ഉദ്യമം വിജയകരമാക്കാൻ യത്നിച്ച ആരോഗ്യ പ്രവർത്തകർ, പോലീസ്, ആംബുലൻസ് ഡ്രൈവർ എന്നിവരെ ഹാർദ്രമായി അഭിനന്ദിച്ചു. ഇക്കാര്യത്തിൽ സർക്കാർ സ്വകാര്യ മേഖലകൾ തമ്മിലുണ്ടായ സഹകരണം എടുത്തു പറയേണ്ട കാര്യമാണ്. അവയവദാന രംഗത്ത് കേരള സമൂഹത്തിന് മുന്നിലായി വലിയൊരു മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് ആലൻ ഷെറിന്റെ മാതാപിതാക്കൾ. അവരുടെയും ഈ നാടിന്റെയും ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ഞായർ നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് പള്ളിയിൽ 3:30 ആലൻ ഷെറിൻ എബ്രഹാമിന്റെ സംസ്കാരം. വെള്ളി രാത്രി വൈകി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മല്ലപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. നാളെ രാവിലെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളായ അരുൺ എബ്രഹാമിന്റെ ഷെറിൻ ആൻഡ് ജോണിന്റെ മകളാണ് ആലിൻ. കോട്ടയത്ത് നിന്നും തിരുവല്ലയിലേക്ക് MC റോഡ് വഴി കാറിൽ യാത്ര ചെയ്തതിനിടെ പള്ളംപോർമ കവല ജംഗ്ഷന് സമീപം വെച്ചാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞിനെ ചങ്ങനാശ്ശേരിയിലെ തിരുവല്ലയിലും ആശുപത്രികളിലേക്കും പിന്നീട് ഫെബ്രുവരി 7 കൊച്ചിയിലെ അമൃത ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച മസ്തിഷ്ക മരണം സംഭവിച്ചതിന് പിന്നെയാണ് ആലിന്റെ അവയവദാനം ചെയ്യാൻ തീരുമാനിച്ചത്. കരൾ, 2 വൃക്ക, ഹൃദയവാൾവ്, 2 നേത്രപടലങ്ങൾ എന്നിവ ദാനം ചെയ്യാൻ മാതാപിതാക്കൾ തയ്യാറായതോടെ സംസ്ഥാനത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി ആലിൻ ഷെറിൻ മാറി. ഇതുവഴി 5 പേർക്കാണ് പുതുജീവൻ ലഭിച്ചത്. കൊച്ചിയിൽ നിന്നും വെള്ളി രാത്രി തന്നെ അവയവങ്ങൾ തിരുവനന്തപുരത്ത് എത്തിച്ചു. കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള 211 കിലോമീറ്റർ ദൂരം പിന്നിട്ടത് 3 മണിക്കൂർ 15 മിനിറ്റിലാണ്. ആലിന്റെ 2 വൃക്കകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ പീഡിയാട്രിക് നെഫ്രോളജി വാർഡിൽ ചികിത്സയിലുള്ള കുട്ടിക്ക് നൽകും. കരൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്കും ഹൃദയവാൽവ് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും 2 നേത്രപടലങ്ങൾ അമൃത ആശുപത്രിയിലേക്കുമാണ് നൽകിയത്. കിംസിലെത്തിച്ച കരൾ ചികിത്സയിലുള്ള 6 മാസം പ്രായമുള്ള കുഞ്ഞിനാണ് മാറ്റിവെക്കുന്നത്. പാപ്പനശ്ശേരി നാറാത്ത് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാറാത്ത് കല്ലൂരിക്കടവ് പാലത്തിന്റെ പുതുക്കിയ DPRന് 45 കോടിയുടെ കിഫ്ബി സാമ്പത്തിക അനുമതി ലഭിച്ചു. KV സുമേഷ് MLAയുടെ നേതൃത്വത്തിൽ കിഫ്ബി അധികൃതർ സ്ഥലം സന്ദർശിച്ച് സ്ഥലമേറ്റെടുത്തതിനുള്ള തുക കൂടി ഉൾപ്പെടുത്തി പുതുക്കിയ DPR ജനുവരി 14 സമർപ്പിച്ചിരുന്നു. സാമ്പത്തിക അനുമതി ലഭ്യമായതോടുകൂടി പാല പ്രവൃത്തി ആരംഭിക്കാൻ ആവശ്യമായ നടപടികൾ വേഗത്തിലാക്കുമെന്ന് KV സുമേഷ് MLA പറഞ്ഞു. 2017 25 കോടി രൂപ ചെലവിൽ പ്രഖ്യാപിച്ച നിർമ്മാണം അനന്തമായി നീളുകയും ചെയ്ത കല്ലൂരിക്കടവ് പാലം പദ്ധതി 2021 KV സുമേഷ് MLA നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിച്ചതോടെയാണ് സാങ്കേതിക നടപടികൾ ആരംഭിച്ചത്. ഇതിലേക്ക് അപ്രോച്ച് റോഡുകൾ കൂട്ടിച്ചേർത്തതും അലൈൻമെന്റിൽ വന്ന മാറ്റവും പദ്ധതി പിന്നെയും വൈകിപ്പിച്ചു. നേരത്തെ നാറാത്ത് ടൗണിലേക്ക് ബന്ധിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഡിസൈൻ, പിന്നീട് ആലിംഗിയിലേക്ക് മാറ്റുകയായിരുന്നു. കിഫ്ബി നിർദ്ദേശപ്രകാരം അപ്രോച്ച് റോഡുകളുടെ നീളം നാറാത്ത് ഭാഗത്ത് 1.5 കിലോമീറ്ററും പാപ്പിനിശ്ശേരി ഭാഗത്ത് 800 മീറ്ററും വർദ്ധിപ്പിക്കും. ഭൂവുടമകളിൽ നിന്നും സൗജന്യമായി സ്ഥലം ഏറ്റെടുത്ത് നിർമ്മാണം പൂർത്തിയാക്കാനായിരുന്നു ആദ്യ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് 2025 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഇരു പഞ്ചായത്തുകളിലും ഉടമകളുടെ യോഗം വിളിച്ചു ചേർത്തെങ്കിലും സൗജന്യമായി ഭൂമി വിട്ടു നൽകാൻ ഭൂരിഭാഗം പേരും തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് സ്ഥലമേറ്റെടുക്കലിന് പണം നൽകിക്കൊണ്ട് പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത്. ഇതിനായി അധികമായി വരുന്ന തുക കൂടി ഉൾപ്പെടുത്തിയാണ് അന്തിമ DPR സമർപ്പിച്ചത്. സൗജന്യ പ്രഷർ ഷുഗർ പരിശോധന ക്യാമ്പ് കണ്ണൂർ APJ അബ്ദുൽ കലാം ലൈബ്രറിയും സംസ്കൃതി സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കും ചേർന്ന് പേസസ് വെൽനസിൻ്റെയും നോബൽ ഡയഗ്നോസ്റ്റിക്കിൻ്റെയും സഹകരണത്തോടെ നടത്തിയ സൗജന്യ രക്തനിർണയ ക്യാമ്പും ഷുഗർ പ്രഷർ പരിശോധന ക്യാമ്പ് കോർപ്പറേഷൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലിഷ ദേവക് ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി സെക്രട്ടറി PK ബൈജു അധ്യക്ഷനായി. PV വൈഷ്ണവി, K സന്ദേഹ്, VK നുസൈബ, K സജേഷ്, സുജില, സിമി എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. സംസ്കൃതി സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക് ഡയറക്ടർ ജിജു കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. തീം ഫെസ്റ്റ് ഹാപ്പിനെസ് ഫെസ്റ്റിവലിൽ ഹിറ്റായി PRD പവലിൻ. തദ്ദേശ ദിനാഘോഷത്തിൻ്റെയും ഹാപ്പിനെസ് ഫെസ്റ്റിൻ്റെയും ഭാഗമായി പ്രദർശന വിപണന മേളയിൽ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് ഒരുക്കിയ തീം സ്റ്റാളും
സെൽഫി പോയിൻറ്റും ആദ്യ ദിനം തന്നെ ജനങ്ങൾ ഏറ്റെടുത്തു. നാടുകാണിലൊരുങ്ങുന്ന സഫാരി പാർക്കിൻ്റെ തീമലൊരുക്കിയ സെൽഫി പോയിൻ്റാണ് കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്ന മേളയിൽ കുട്ടികളുടെയും മുതിർന്നവരുടെയും ഹൃദയം കീഴടക്കിയത്. ആദ്യ ദിനം മുതൽ തീം സ്റ്റാളിൽ ഒരുക്കിയ സഫാരി ജീപ്പിൻ്റെയും വന്യമൃഗങ്ങളുടെയും കട്ടൗട്ടുകൾക്കൊപ്പം സെൽഫികളും ഫോട്ടോകളും എടുക്കാൻ ആളുകളുടെ തിരക്കായിരുന്നു. സംസ്ഥാനമൊട്ടാകെയും ജില്ലാ തലത്തിലുമുള്ള വികസന പദ്ധതികളുടെ വിവരങ്ങളും ചിത്രങ്ങളും വീഡിയോകളും തീം സ്റ്റാളിലെ മറ്റൊരു കാഴ്ച അനുഭവമാണ്. ജില്ലയിലെ വികസന പദ്ധതികളുടെ 40-ൽ-അധികം വാർത്താ ചിത്രങ്ങൾ കോർത്തിണക്കിയ പ്രദർശനവും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. ജില്ലയിലെ വിവിധ ഫോട്ടോ ജേർണലിസ്റ്റുകൾ, PRD ഫോട്ടോഗ്രാഫി വിഭാഗം എന്നിവയുടെ തിരഞ്ഞെടുത്ത ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉള്ളത്. തീം സ്റ്റാളിൽ വിവിധ സർക്കാർ പ്രസിദ്ധീകരണങ്ങളുടെ സൗജന്യ വിതരണവുമുണ്ട്. സംസ്ഥാനത്തെ റോഡ് അപകടങ്ങൾ ഗണ്യമായി കുറയ്ക്കുന്നതിനും സുഗമമായ ഗതാഗത ഉറപ്പാക്കുന്നതിനുമായി ജംഗ്ഷനുകൾ ആധുനിക രീതിയിൽ നവീകരിക്കുന്നു. ആദ്യഘട്ടത്തിൽ കൂടുതൽ തിരക്കുള്ള പ്രധാന ജംഗ്ഷനുകളാണ് ശാസ്ത്രീയമായ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത്. ഇതിനായി കിഫ്ബി വഴി ഫണ്ട് അനുവദിച്ചുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. അപകടങ്ങൾ പതിവായ ബ്ലാക്ക് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചാണ് നവീകരണം. നിലവിലുള്ള ജംഗ്ഷനുകളെ അശാസ്ത്രീയമായ ഘടന മാറ്റുകയും സിഗ്നൽ സംവിധാനം ആധുനികവൽക്കരിക്കുകയും ചെയ്യും. കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായ റോഡ് മുറിച്ചു കടക്കുന്നതിന് സീബ്ര ലൈനുകൾ, ട്രാഫിക് ഐലൻഡുകൾ, ഫുട്പാത്തുകൾ എന്നിവ മികച്ച രീതിയിൽ സജ്ജീകരിക്കും. കൂടാതെ രാത്രികാലങ്ങളിൽ വ്യക്തമായ കാഴ്ച ഉറപ്പാക്കാൻ സോളാർ ലൈറ്റുകളും ഹൈമാസ്റ്റ് ലൈറ്റുകളും സ്ഥാപിക്കും. റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം ട്രാഫിക് എഞ്ചിനീയറിംഗ് വിദഗ്ധരുടെ സഹായത്തോടെയാണ് ഓരോ ജംഗ്ഷനും അനുയോജ്യമായ രൂപരേഖ തയ്യാറാക്കുന്നത്. വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കുന്നതിനുള്ള ബോർഡുകളും വഴിതിരിച്ചുള്ള ഡ്രൈവിംഗ് തടയാൻ ക്യാമറ സംവിധാനങ്ങൾ ഇതോടൊപ്പം ഏർപ്പെടുത്തും. പദ്ധതി പൂർത്തിയാകുന്നതോടെ സംസ്ഥാനത്തെ ഗതാഗത കുരുക്കിന് വലിയ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിജയകുമാർ പരിയാരത്തിൻ്റെ കവിതാ സമാഹാരം കൊളാഷ് നാളെ പ്രകാശനം ചെയ്യും. പോണ്ടിച്ചേരി ഗവൺമെൻറ് കോളേജ് റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ സജീദ ആലക്കാട്ട്, ചിത്രകാരൻ K. ശശികുമാർ നൽകിയാണ് പ്രകാശനം നിർവഹിക്കുന്നത്. അമലബ്ര തലശ്ശേരി, പ്രേമരാജൻ കാര എന്നിവർ കവിതകളുടെ സംഗീതാവിഷ്കാരവും നടത്തും. വൈകിട്ട് 3-ന് മട്ടന്നൂർ ഗവൺമെൻറ് യു പി സ്കൂളാണ് പരിപാടി. പാൽ ബുക്സാണ് പ്രസാധകർ. ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, പുരോഗമന കലാസാഹിത്യ സംഘം, മട്ടന്നൂർ പബ്ലിക് ലൈബ്രറി, മട്ടന്നൂർ ജനകീയ പാഠശാല എന്നിവരാണ് സംഘാടകർ. DYFI മട്ടന്നൂർ ബ്ലോക്ക് സമ്മേളനത്തിന് നായാട്ടുപാറയിൽ പതാക ഉയർത്തും. സംഘാടക സമിതി ചെയർമാൻ C. രാജീവൻ പതാക ഉയർത്തി. പതാക ജാഥ തില്ലങ്കേരി ബിജോട്ടി രക്തസാക്ഷി മണ്ഡപത്തിൽ DYFI മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം KC മനോജും, കൊടിമല ജാഥ നാൽപ്പാടി വാസു രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് CPM ഏരിയ സെക്രട്ടറി M. രതീഷും ഉദ്ഘാടനം ചെയ്തു. M. രഞ്ജിത്തും M. ലക്ഷ്മണുമാണ് ജാഥ ലീഡർമാർ. പൊതുസമ്മേളനം നാളെ രാവിലെ പട്ടാനൂർ KPC ഹയർ സെക്കൻഡറിയിൽ തുടങ്ങും. ഇതോടെ ഇന്നത്തെ അസാധ്യ വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.